എല്ലാവർക്കും നമസ്കാരം. 2024 ജൂലൈ മാസത്തെ രണ്ടാമത്തെ CBI പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. രണ്ടാമത്തെ CBI പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 11/7/2024 വ്യാഴാഴ്ചയാണ്. ലോക ജനസംഖ്യാ ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBI പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഈ ഒരു CBI പരിപാടി നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിനെ ആസ്പദമാക്കിയാണ്. CBI പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CBI എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജൂലൈ മാസം സംഘടിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ CBI പരിപാടിയുടെ വിവരങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ്. അതായത് നമ്മൾ 4-ാം തീയതി ഒരു CBI പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്രസാൻ ദിവസ് എന്നായിരുന്നു അതിൻ്റെ തീം. ആ ഒരു CBI പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ അന്നപ്രസാൻ ദിവസ് എന്ന ഒരു തീമും അതുപോലെ തന്നെ 4/7/2024 എന്ന ഒരു തീയതിയും കാണാൻ സാധിക്കും. ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്കിവിടെ നോ ഇവൻറ്റ്സ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നോ ഇവൻറ്റ്സ് ആഡഡ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ CBI രേഖപ്പെടുത്തണം. അത് നമ്മൾ 11-ാം തീയതിയുടെ മുമ്പായിട്ട് തന്നെ ഒന്നാമത്തെ CBI കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ CBI അഥവാ 11-ാം തീയതിയിലെ CBI രേഖപ്പെടുത്തുക. അപ്പോൾ രണ്ടാമത്തെ CBI രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും 11 എന്ന തീയതി സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 11/7/2024 എന്ന ഒരു തീയതി കാണാൻ സാധിക്കും. അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ 2 CBIകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഒന്നാമത്തെ CBIയുടെ ലിസ്റ്റ് അന്നപ്രസാൻ ദിവസ് എന്നും രണ്ടാമത്തെ CBIയുടെ ലിസ്റ്റ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 11/7/2024 എന്ന ഒരു തീയതിയും കാണാൻ സാധിക്കും. ഇനി അഥവാ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ CBIയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ തീമോ അതല്ലെങ്കിൽ തീയതിയോ മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം മാത്രം നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിറ്റേ ദിവസം നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് രണ്ടാമത്തെ CBI പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൂലൈ മാസത്തെ രണ്ടാമത്തെ CBI പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.